ഭൂട്ടാനിൽ നിന്ന് ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്ന ഒരു റാക്കറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ വരികയാണ്. എന്തു വന്നാലും മലയാളി ഉണ്ടാവുമല്ലോ. മലയാളി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ സിനിമാക്കാരും ഉണ്ടാവും. സിനിമാക്കാരുടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ ആദർശ പുരുഷനായ ജനാധിപത്യത്തിനും മനുഷ്യാവകാശത്തിനും ഇസ്ലാമിക സ്വാതന്ത്ര്യത്തിനും അങ്ങനെ പറയാമോ വേണ്ടി പൊരുതുന്ന പൃഥ്വിരാജ് ഉണ്ടാവും. ഏതായാലും പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാൻ്റെയും വീടുകളിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ കണ്ടെടുത്തു എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. വണ്ടി വാങ്ങി കൂട്ടുക എന്നുള്ളത് ഒരു ഹരമാണ്. പക്ഷേ അത് സർക്കാരിന് കൊടുക്കാനുള്ള നികുതി കൊടുക്കാതെ വിദേശ രാജ്യത്തുനിന്ന് വണ്ടി കടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ സർക്കാരിന് എതിരായുള്ള സാമ്പത്തിക കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹമാണ്. ഇത് 150 വാഹനങ്ങൾ ഇന്ത്യയിലിപ്പോൾ, അതായത് ഭൂട്ടാൻ റോയൽ ഭൂട്ടാൻ ആർമി ലേലം ചെയ്യുന്ന വണ്ടികളാണ് ഇത്. പക്ഷെ ഈ ദുൽഖറിൻ്റെയൊക്കെ വണ്ടി പുതിയ വണ്ടിയായിട്ട്, പുതിയ ഡിഫൻഡറൊക്കെ. അതെ, ഡിഫൻഡറാണ്. അതിൽ ഒരെണ്ണം ഡിഫൻഡറും ഒരെണ്ണം നിസ്സാനുമാണ്. അതായത് ദുൽഖർ സൽമാന്റെ നിസ്സാനും മറ്റേയാളുടേത് ലാൻഡ് ക്രൂസർ ഡിഫൻഡറും ആണ്. അവരുടെ ഓരോന്ന് ആണ്. നിസ്സാന്റെ ഏറ്റവും പുതിയ വണ്ടി കൂപ്പേ. അപ്പൊ ഇന്ത്യയിൽ ഇപ്പോൾ 150 എണ്ണം ഈ ഭൂട്ടാനിൽ നിന്നുള്ളത് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ റാക്കറ്റും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്നിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തായിട്ട് വരുത്തും, വ്യാജരേഖകൾ വഴി. അപ്പോൾ ഇന്ത്യയിലെ വണ്ടിയായല്ലോ. അതല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പോലെയാണ് ഭൂട്ടാനിൽ നിന്ന് വണ്ടി വരുന്നത് കൺസിഡർ ചെയ്യുന്നത്. അപ്പം 100% ആണ് അതിൻ്റെ അകത്ത് തീരുവ കൊടുക്കേണ്ടത്. ഇത് തീരുവ വെട്ടിക്കാനുള്ള പരിപാടിയാണ് ഹിമാചലിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് 150 എണ്ണം ഇപ്പം ഇന്ത്യയിൽ ഇങ്ങനെ കൊണ്ടുവന്നതായിട്ട് കണ്ടെത്തിയിട്ട് ഇതിൽ 20 എണ്ണം കേരളത്തിൽ. 20 പേര് ആരാണെന്നും അറിയാം. ഇവർ രണ്ടുപേരും അല്ലാതെ കളമശ്ശേരിയിൽ അമിത് ചക്കാലക്കൽ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, എനിക്ക് അറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ പല ആളുകള് കോട്ടയം 5 ജില്ലകളിലാണ്. കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂര് ഒക്കെ 5 ജില്ലകളിലാണ്. അവരുടെയൊക്കെ പേരുമൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, കുറച്ച് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ 2 പേര് ഇത് വാങ്ങിയിട്ടുള്ള കൂട്ടത്തിൽ പെടുന്നുണ്ട് എന്നുള്ളതും ഉണ്ട്. പട്ടികയൊക്കെ ഈ റിപ്പോർട്ടുകൾ ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ ആരാണെന്നൊക്കെ മനസ്സിലായ ശേഷം ഉള്ള റെയ്ഡാണിത്. അപ്പോൾ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിൻ്റെ കയ്യിലും ഒക്കെ ഇത് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട്. വണ്ടികൾ ലാൻഡ് ക്രൂസർ, പിന്നെ ലാൻഡ് റോവർ, ഈ SUVകളാണ്. ഈ ടാറ്റയുടെ SUVകൾ അവിടെ ഭൂട്ടാനിൽ പട്ടാളം ഉപയോഗിക്കുന്നതാണ്. പിന്നെ കാർഗോ വെഹിക്കിൾസും ഉണ്ട്. അവർ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ലേലം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു റാക്കറ്റിൻ്റെ കയ്യിൽ വരികയാണ്. ഈ ഭൂട്ടാനിലും ചിലപ്പോൾ പട്ടാളത്തിൻ്റെ അകത്ത് റാക്കറ്റുമായിട്ട് ബന്ധമുള്ളവരുണ്ടാകാം. അവർ കുറച്ച് നേരത്തെ ലേലം ചെയ്യണമെന്നൊക്കെ വാശി പിടിക്കുന്നുണ്ടാവും. ഇത് DRI നേരത്തെ മനസ്സിലാക്കിയിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേരളത്തിൽ എത്തിയിട്ട് കേരളത്തിലെ നമ്പർ പ്ലേറ്റുകൾ വെച്ചിട്ടാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ മോട്ടോർ ഹിമാചൽ പ്രദേശിലെ രേഖകൾ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് റീ രജിസ്റ്റർ ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് 1 ലക്ഷത്തിന് ലേലത്തിൽ വാങ്ങിക്കുന്നത് ഇവിടെ 10 ലക്ഷത്തിനാണ് വിറ്റിരിക്കുന്നത്. 3 ലക്ഷത്തിന് വാങ്ങിക്കുന്നത് 30 ലക്ഷത്തിന് ആണ് വിറ്റിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇമ്പോർട്ട് ടാക്സ് കൊടുത്തിട്ടില്ല, പിഴ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇനി തിരിച്ചു കിട്ടുമെന്ന് കരുതുന്നു. ഇത് കണ്ടുകെട്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുക. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗർ വീട്ടിലെ ഗരാഷിൽ 8 വണ്ടികൾ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ 8ഉം പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ ആരും ഇല്ല. അപ്പോഴാണ് ഈ വണ്ടികൾ ധാരാളം കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പലതും ഇതുപോലെ വിദേശ വണ്ടികളാണെന്ന് സംശയം വന്നിട്ട് അതും കൂടി പരിശോധിക്കുന്നുണ്ട്. ഈ ദുൽഖറിന്റെ കയ്യിൽ ഒരു വണ്ടി അന്വേഷിച്ച് പോയതാണ്. ദുൽഖർ ഇവിടെ ഇല്ല. അതുകൊണ്ട് ദുൽഖറിന്റെ വീട്ടിൽ പോയി, അവിടെ ഇല്ല. ഇവിടെ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ഇവിടെ 8 വണ്ടികൾ ഉണ്ട് പനമ്പള്ളി നഗറിൽ. അപ്പോൾ അത് ഓരോന്നും ഇനി പരിശോധിക്കുകയാണ്. വിദേശമാണെങ്കിൽ ഇത് ടാക്സ് കൊടുത്തിട്ടുണ്ടോ, എങ്ങനെ വന്നതാണെന്നൊക്കെ. അപ്പോൾ പഴയ വണ്ടികളുടെ കാര്യം കൂടി ഈ കൂട്ടത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ 2011 ഇത് ആദ്യമായിട്ട് ഈ വേലത്തരം കണ്ടുപിടിക്കുന്നത്, ഹിമാചൽ പ്രദേശിൽ കണ്ടുപിടിക്കുന്നത്.
ഹിമാചൽ പോലീസ് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടാണ്, വിവരം കൊടുത്തിട്ട്. ഒരു ടൊയോട്ട ലാൻഡ് ക്രൂസർ ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്തത് പിടിച്ചു. സോണം എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്നാണ് പിടിച്ചത്. BP22335 നമ്പറിൽ, ഭൂട്ടാൻ നമ്പർ തന്നെ. ഇത് ഹിമാചൽ പ്രദേശിലെ ഈ ഭൂട്ടാൻ നമ്പറിൽ തന്നെ 3 വർഷം ഓടിക്കഴിഞ്ഞിട്ടാണ് ഇത് പിടിക്കുന്നത്. അത് കുളു പോലീസ് മണാലിയിൽ നിന്നാണ് പിടിച്ചത്. സോണം എന്ന് പറഞ്ഞൊരാളുടെ ഇൻഷുറൻസ് രേഖയില്ല, കസ്റ്റംസ് രേഖയില്ല. അതിൻ്റെ വണ്ടി നോക്കുമ്പോൾ അതിൻ്റെ ശരിക്കും ഉടമസ്ഥൻ ഭൂട്ടാനിലാണ്. ഇയാളോട് ചോദിക്കുമ്പോൾ ഈ ഉടമയെ അറിയില്ല, ഉടമയെ കണ്ടിട്ടേ ഇല്ല ഈ സോണം എന്ന് പറഞ്ഞ ആള്. അപ്പോൾ ഉപഭോക്താവിന് ഉടമയെ അറിയില്ല. അങ്ങനെയാണ് 2 വണ്ടികൾ അന്ന് റവൽസാറിൽ ഹിമാചൽ പ്രദേശിൽ തന്നെ പിടിച്ചു ഇതുപോലെ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ദലൈലാമ കഴിഞ്ഞാൽ 3ാമത്തെ സന്യാസി, ടിബറ്റുകാരുടെ ഏറ്റവും വലിയ സന്യാസി, 3 ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നുള്ളത് ഓടിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് കണ്ടത്. അത് ഹിമാചലിലാണ്, കാംഗ്ര ജില്ലയിലാണ് അയാളുടെ ആശ്രമം, ആ ലാമയുടെ. ആ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 3 ആഡംബര വാഹനങ്ങൾ. ലാമയുടെ പേര് തായ് സിത്തു റിംബോച്ചെ എന്നാണ്. 1988 വാഹന നിയമത്തിൻ്റെ ലംഘനമാണെന്ന് കണ്ടു. ഈ കാഗു സെറ്റ് ടിബറ്റന്മാരിലെ അവരിലെ 3ാമനാണ് അങ്ങേര്. 17ാമത്തെ കർമ്മപ ഒഗിയേൻ ട്രിൻബി ദോർജയുടെ മെൻറ്ററാണ്, ഗുരുവും മെൻറ്ററും. ഇദ്ദേഹമാണ് ആ കർമ്മപായെ പഠിപ്പിക്കേണ്ടതുമൊക്കെ, എങ്ങനെ നടക്കണം, ജീവിതം എങ്ങനെ നയിക്കണം എന്നൊക്കെ. അങ്ങനെ പഠിപ്പിക്കേണ്ട ഗുരുവാണ് ഇങ്ങനെ കള്ള വണ്ടിയുമായിട്ട്. നമ്മുടെ നടന്മാരും അങ്ങനെയാണല്ലോ, ഇവിടെ ഈ നടന്മാരാണ് പലരുടെയും റോൾ മോഡൽ, ആദർശ പുരുഷൻ. അവര് മറ്റേ സന്ദേശങ്ങൾ കൊടുക്കില്ല സിനിമയില്, എങ്ങനെ വേണം, സത്യം, നീതി, ധർമ്മം, അഴിമതിക്കെതിരായ പോരാട്ടം, ജിഹാദ്, ഇതൊക്കെ എങ്ങനെ വേണം. അപ്പോൾ ഇങ്ങേരുടെ ഈ ലാമയുടെ പാൽപങ് ഷറാബ്ലിംഗ് ആശ്രമം എന്ന് പറയും. അത് സന്ദർശിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വിദേശികൾക്ക് ഇതിനെ തുടർന്ന് വിലക്ക് ഏർപ്പെടുത്തി. വിദേശികൾ പോകരുത്. കാംഗ്രയിലെ ബട്ടു ഗ്രാമത്തിലാണ് ഇയാളുടെ ആശ്രമം. ഈ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഹിമാചൽ പ്രദേശ് ചീഫ് സെക്രട്ടറി സുദീപ് റോയ്ക്ക് ഇതിനുള്ള നിർദ്ദേശവും അന്ന് കൊടുത്തു. 2012 മെയ് 21 DRI കാൻഗ്ര SP-ക്ക് നിർദ്ദേശം കൊടുത്തു. 4 വണ്ടികൾ അവിടെ ഓടുന്നു എന്ന് കണ്ടിട്ട്. ആശ്രമം ഇറക്കുമതി ചെയ്തതായിട്ട് രേഖകളൊന്നും കൊടുത്തില്ല, ഒരു രേഖ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2011 ആശ്രമത്തിൻ്റെ 3 വണ്ടി കണ്ടുകെട്ടി. ഒരേ നമ്പറായിരുന്നു, 3 വണ്ടിക്ക് ഒരേ നമ്പർ. സന്യാസി കൊള്ളാലോ. അതെ, അപ്പോൾ ഒരു വണ്ടിയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് പറയാൻ മാത്രമായിരിക്കും. ടൊയോട്ട ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, ഒരു SUV, ചെറിയ വണ്ടികളായിരുന്നു. അതെ, ഈ വണ്ടികളായിരുന്നു. അപ്പോൾ വിദേശ വാഹനത്തിന് 100% ഇറക്കുമതി ചുങ്കമുണ്ട്. പിന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണം. ഈ നിയമങ്ങളൊന്നും ഇവർ പാലിച്ചിട്ടില്ല. ഏതായാലും ഒരു വലിയ റാക്കറ്റാണ് ഈ ആഡംബര വാഹനങ്ങൾ, പലരുടെയും ലഹരിയാണ് അത്. പക്ഷേ ഞാൻ പറയുന്നത് ഈ സന്യാസിമാർ അവിടെ നിൽക്കട്ടെ, നടന്മാർക്കൊക്കെ ഓരോ പടത്തിലും അഭിനയിക്കുമ്പോൾ കോടികൾ കിട്ടുന്നവരാണ്. എന്നിട്ടും ഇവരിത്തരം തെമ്മാടിത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു വണ്ടി അവിടെ പോയി രജിസ്റ്റർ ചെയ്തു. ഇന്ത്യ തന്നെയാണേ, ഇത് ഇന്ത്യക്ക് പുറത്തുനിന്നാണ്. അത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇത്രയും വലിയ തോന്നിയാസം കാണിച്ച നടന്മാർ എന്ന് പറയുമ്പോൾ മലയാളിക്കൊരു ക്ഷീണമാണ് അല്ലേ? അതെ, അത് വൃത്തികേടാണ്. കാരണം അവർ കോടികൾ പ്രതിഫലം വാങ്ങിക്കുന്നു, സിനിമ നിർമ്മിക്കുന്നു. ഈ നടന്മാരും നിർമ്മാതാക്കളാണ്, വലിയ പൈസ ഉണ്ടാക്കുന്നുണ്ട്. കാന്താരയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പൃഥ്വിരാജ്. പിന്നെ മറ്റേ എമ്പുരാന് ഇഷ്ടംപോലെ കോടി കിട്ടിയെന്ന് അവർ പറയുന്നുണ്ട്. സത്യമാണോ എന്നറിയില്ല. അപ്പം ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ ഈ 10 ലക്ഷം 30 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ലേ? ഇതിനൊക്കെ ഈ തട്ടിപ്പ് നടത്തുന്നത് എന്തിനാണ് ഈ ആർത്തിയും ദുരയും പിടിച്ച് നടക്കുന്നത്? ഇന്ത്യയുടെ നിയമം അനുസരിച്ചൊക്കെ നടന്നാൽ ഇന്ത്യയുടെ നിയമം നമുക്ക് ബാധകമല്ല. ഇന്ത്യയുടെ നിയമം ബാധകമല്ല. കാരണം അവര് വേറെ സാഹോദര്യത്തിൽ പെട്ട് നടക്കുന്ന ആളുകളാണ്.
അതാണ് കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.